ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് മോസിയാണ്. ഇത് ശരിക്കും കുട്ടികൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമ്മളെല്ലാവരും വീട്ടിലും സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടിയാണിത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചോക്ലേറ്റ്, പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോഫീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പാലാണ്. പാൽ ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കാനും പാടില്ല, എന്നാൽ വലിയ പീസസ് ഉണ്ടാവാനും പാടില്ല. ഇനി നമുക്ക് ചോക്ലേറ്റ് കസ്റ്റേർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം. പാലൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തരികളൊന്നും ഇല്ലാതെ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പാലിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് നേരം ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ക്രീമി കൺസിസ്റ്റൻസി ആയാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് മിക്സിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ആൽമണ്ട്സിൻ്റെ ചോക്ലേറ്റാണ്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ചോക്ലേറ്റ് എല്ലാം നന്നായി മെൽറ്റായി നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മളിനി ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചോക്ലേറ്റ് കസ്റ്റർഡും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഗ്ലാസ്സിലേക്ക്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ചോക്ലേറ്റ് കസ്റ്റർഡ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതാ ഞാൻ വീണ്ടും ബിസ്ക്കറ്റ് പൗഡർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെയറും കൂടി ചോക്ലേറ്റ് കസ്റ്റർഡ് ഇട്ട് കൊടുക്കും. ശരിക്കും കുട്ടികൾക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലെയർ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ
അവരെയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത ചോക്ലേറ്റിൻ്റെ ബാക്കി കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഗ്ലാസ്സിൽ കൂടി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് നിരത്തി കൊടുക്കാം, പിന്നെ ചോക്ലേറ്റ് കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഗ്ലാസ് കൂടി ഞാനിപ്പോൾ നിറച്ച് കഴിഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ ചോക്ലേറ്റ് മോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് മുകളിലൊരു ഡെക്കറേഷൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മളിതിൽ ക്രീമോ ബട്ടറോ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ്ങോ പായസമോ അതിനൊക്കെ പകരം ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you.